ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, എൻ ശബ്ദം കേൾക്കേണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, എൻ ശബ്ദം കേൾക്കേണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളൂ രക്ഷയി പാരിടത്തിൽ. പാപങ്ങളെല്ലാം നീ ഓർത്തിടുകിൽ ആർക്കുള്ളൂ രക്ഷയി പാരിടത്തിൽ. ഞങ്ങൾ തൻ പാപങ്ങൾ പോക്കിടുന്ന കർത്താവേ, നിന്നെ വണങ്ങിടുന്നു. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. കർത്താവേ, എൻ ശബ്ദം കേൾക്കേണമേ. അൻപോടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. കർത്താവേ, ആഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തനായി കേഴുന്നു പാപിയാം ഞാൻ. മോൺസിഞ്ഞോർ വിൻസെന്റ് മച്ചാഡോ, മദർ എൽമ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, എൻ്റെ സഹോദരങ്ങളെ, ഈ തിരുക്കർമ്മങ്ങളിൽ ഭവനങ്ങളായിരുന്നുകൊണ്ട് പങ്കെടുക്കുന്ന സഹോദരി സഹോദരന്മാരെ, പ്രീതാമ്മ എന്നിലും 2 വയസ്സ് ഇളയതാണ്. പത്താം സ്റ്റാൻഡേർഡ് കഴിഞ്ഞപ്പോൾ അവൾ മഠത്തിൽ ചേരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ തങ്കശ്ശേരി മൗണ്ട് കാർമൽ കോൺവെൻറ്റിൽ വന്ന് സിസ്റ്റർ ബോണിഫസിനെ കാണുകയുണ്ടായി. കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാകാം എന്ന് അവിടെ പറഞ്ഞ് മനസ്സിലാക്കിയതിനാൽ ഫാറ്റിമ കോളേജിൽ PDC ചെയ്തു. പിന്നീട് വീണ്ടും നിർബന്ധം കാരണം അവൾ BA സൈക്കോളജി ചെയ്തു. അതിനുശേഷം വീണ്ടും മഠത്തിൽ ചേരുവാനുള്ള മുൻവഴികൾ അവൾ അന്വേഷിച്ചു. അങ്ങനെ സിസ്റ്റർ പേഷ്യൻസിനെ കണ്ടുമുട്ടുകയും അതുവഴി അതേ കോൺഗ്രിഗേഷനിൽ തന്നെ ചേരുകയും ചെയ്തു. അവളുടെ മഠത്തിൽ ചേരുന്നതിൻ്റെ ഒരു ലക്ഷ്യം
വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ഏറെ പ്രത്യേകിച്ച് എനിക്കും ജോസി അച്ഛനും വേണ്ടി. അവളുടെ ഈ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട് എന്ന്, ഓപ്പറേഷൻ വേണമെന്ന് അറിഞ്ഞ സമയത്ത് മദർ ഫ്രാൻസിസ് എന്നെ വീണ്ടും അത് ഓർമ്മിപ്പിച്ചു. അവളുടെ ഫൈനൽ പ്രൊഫഷന് മുമ്പായിരുന്നു അത്. അവൾക്ക് നിയോഗം വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെന്ന ക്യാരിസമാണ്. അത് ഞങ്ങളുടെ ക്യാരിസമാണ്. അതുകൊണ്ട് അവളെ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ഇക്കാലം അത്രയും അവൾ നന്തൻകോടും തിരുവനന്തപുരത്തും കൂടുതൽ നാലോ ഹോളി ഏഞ്ചൽസിലുമായിരുന്നു. ഏപ്രിൽ 28 അവൾ അയച്ച ഒരു മെസ്സേജുണ്ട്. എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഗുഡ് മോർണിംഗ് അയക്കുമായിരുന്നു. ജോസിക്കും എനിക്കും ഒരേ കാര്യം തന്നെയാണ് ലഭിച്ചത്. ഇന്നത്തെ പ്രഭാതത്തിന് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. കോവിഡ് എന്ന പാൻഡമിക്കിന് വലയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ കമ്മ്യൂണിറ്റിയെയും എൻ്റെ രാജ്യത്തെയും ലോകമാസകലമുള്ള ആളുകൾക്ക് സൗഖ്യം നൽകാൻ ഈശോയോട് പ്രാർത്ഥിക്കുന്നു. കോവിഡ് ബാധിച്ച് കിംസിലായിരുന്നു. അതിനു മുമ്പ് ഏപ്രിൽ 21 അവളുടെ 59ാമത്തെ ജന്മദിനമായിരുന്നു. ആ സമയത്തുള്ള അവളുടെ സ്വതസിദ്ധമായ പുഞ്ചിരി ശാരീരിക അസ്വസ്ഥതയുടെ ഇടയിലും അവളുടെ സിംപ്ലിസിറ്റി, ഇതൊക്കെയും സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ഒരു ചുവടുവയ്പ്പായിരുന്നെന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നു. ഇങ്ങനെ പ്രാർത്ഥിക്കുവാനായി തൻ്റെ ദൈവം തിരഞ്ഞെടുത്ത ഈ സഹോദരി എനിക്ക് വേണ്ടി മാത്രമല്ല, കോവിഡ് രോഗികൾക്ക് വേണ്ടിയും ഈ രോഗത്തിൻ്റെ നിവാരണത്തിന് വേണ്ടിയും സ്വർഗത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവം പ്രത്യേകമായിട്ട് അവളുടെ സഹനങ്ങളിലൂടെയും രോഗത്തിലൂടെയുമൊക്കെ സന്തോഷത്തോടെ തൻ്റെ സന്യാസ ജീവിതം നയിച്ചതിന്, വളരെ അഫെക്ഷനേറ്റ് ആയിരുന്നതിന് എല്ലാം കർത്താവ് തൻ്റെ വിജയത്തിൻ്റെ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും അനുശോചനങ്ങൾക്ക് കൃതജ്ഞത പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയ, സഭയ്ക്ക് നൽകിയ ഈ സമ്മാനത്തിന് പ്രത്യേകമായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ബലി നമുക്ക് അർപ്പിക്കാം. മരണം അവസാനമല്ല. നാം മണ്ണും പൊടിയുമാകുമ്പോൾ കർത്താവ് നമ്മളെ തൻ്റെ കരങ്ങളിലേക്ക് മഹത്വത്തോടെ സ്വീകരിക്കുന്നു എന്ന പ്രത്യാശ ഈ ഉയർപ്പിൻ്റെ കാലഘട്ടം നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ ഭവനം സ്വർഗത്തിലാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ സഹോദരി നമുക്ക്
അവളുടെ പാപപൂർത്തിക്കും കടങ്ങളുടെ പൂർത്തിക്കും വേണ്ടി കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ പ്രീതാമ്മയ്ക്ക് നിത്യവിശ്രാന്തി നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്ന നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പ്രതി സമ്പൂർണ്ണ സ്നേഹത്തിൻ്റെ പാതയിലൂടെ ചരിച്ച അങ്ങേ ദാസി സിസ്റ്റർ റീത്തയുടെ ആത്മാവിനെ അങ്ങേ മഹത്വത്തിൻ്റെ ആഗമനത്തിൽ സന്തോഷിക്കാനും തൻ്റെ സഹോദരരോടൊപ്പം അങ്ങേ രാജ്യത്തിൻ്റെ നിത്യസൗഭാഗ്യത്തിൽ ആനന്ദിക്കാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവിനുള്ള ഐക്യത്തിൽ ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടറിയണമേ. സഹോദരൻ്റെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല, മറിച്ച് പുത്രസ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നാം ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവത്തിൻ്റെ മക്കളാണെന്ന് ഈ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് സാക്ഷ്യം നൽകുന്നു. നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും. എന്തെന്നാൽ അവനോടൊപ്പം ഒരിക്കൽ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ അവനോടുകൂടെ നാം പീഡ അനുഭവിക്കുന്നു. നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു. സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളുടെ വെളിപ്പെടുത്തലിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. സ്വന്തം ഇഷ്ടത്താലല്ല, പ്രത്യാശ കൊടുത്ത് അതിനെ അധീനമാക്കിയവൻ്റെ അഭീഷ്ടപ്രകാരം സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാകുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും.
സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നുവെന്ന് നമുക്കറിയാം. സൃഷ്ടി മാത്രമല്ല, ആത്മാവിൻ്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്രലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. ദൈവവചനം. ദൈവത്തിനു നന്ദി.
കർത്താവ് നിങ്ങളോട് കൂടെ. യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. ലാസർ സംസ്കരിക്കപ്പെട്ടിട്ട് 4 ദിവസമായെന്ന് യേശു ബെഥനിയയിലെത്തിയപ്പോൾ അറിഞ്ഞു. ബെഥാനിയ ജെറൂസലേമിനടുത്ത് ഏകദേശം 15 സ്ഥാദിയോൻ ദൂരത്തായിരുന്നു. അനേകം യഹൂദർ മർത്തായെയും മറിയത്തെയും അവരുടെ സഹോദരനെ പ്രതി ആശ്വസിപ്പിക്കാൻ വന്നിരുന്നു. യേശു വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. മറിയം വീട്ടിൽ തന്നെ ഇരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം. യേശു പറഞ്ഞു, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് എനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. അവരുടെ വാക്കുകൾ ഇങ്ങനെയാണ്, നീ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കയില്ലായിരുന്നു. അത്ര ഉറപ്പാണ് അവർക്കിരുവർക്കും കർത്താവിൻ്റെ ശക്തിയിൽ. അവരുടെ കണ്ണീരിന് മുമ്പിൽ, പ്രാർത്ഥനയുടെ മുമ്പിൽ ജീവൻ്റെ നാഥന് ലാസറിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാതിരിക്കാനായില്ല. അത്ര ശക്തിയാണ്, ദൃഢവിശ്വാസമാണ് ലാസറിനെ ജീവന് തുല്യം സ്നേഹിച്ച ആ സഹോദരിമാരുടെ പ്രാർത്ഥനയ്ക്ക്. ഇന്ന് ഇതാ നാം മറ്റൊരു സഹോദരിയുടെ മൃതസംസ്കാര കർമ്മത്തിൽ പങ്കെടുക്കുകയാണ്. സഹോദരങ്ങൾ എന്നും ജീവിക്കുവാൻ, വൈദിക സഹോദരങ്ങൾ കർത്താവിനായി മാത്രം എന്നും ജീവിക്കാനായി സന്യാസിയാകാൻ തീരുമാനിച്ച ഒരു സഹോദരിയുടെ മൃതസംസ്കാര കർമ്മത്തിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. സിസ്റ്റർ റീത്ത. കഴിഞ്ഞ ദിവസം അഭിവന്യ പിതാവ് മരണത്തെക്കുറിച്ചൊക്കെ അറിഞ്ഞ് അങ്ങനെ കൂടിയിരിക്കുമ്പോൾ പങ്കുവെച്ച സത്യമാണിത്. നോവിഷ്യേറ്റിലായിരുന്നപ്പോൾ മദർ ജനറൽ ഒരിക്കൽ റീത്തായോട് സ്നേഹ സംഭാഷണം നടത്തുന്നതിനിടയിൽ ചോദിച്ചു, നീ എന്തിനാണ് കന്യാസ്ത്രീയാകുന്നത്? റീത്ത മറുപടി നൽകുകയുണ്ടായത്രേ, എൻ്റെ ഒരു സഹോദരൻ വൈദികനാണ്, മറ്റൊരു സഹോദരൻ വൈദിക പരിശീലനത്തിലാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ കന്യാസ്ത്രീയാകുന്നത്. അഭിവന്യ പിതാവും ജോസിയച്ചനും എത്ര ഭാഗ്യവാന്മാരാണ്. ജീവിതം മുഴുവൻ ഈ സഹോദരി നിരന്തര പ്രാർത്ഥനയിലായിരുന്നു, കർത്താവിൻ്റെ പാദാന്തികത്തിലായിരുന്നു, കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരുന്നു. കാരണം അവൾക്കുറപ്പുണ്ടായിരുന്നു, അവളുടെ നാഥൻ തൻ്റെ സഹോദരന്മാർക്ക് കാലിടറരുത്, പാപത്തിൻ്റെ മരണത്തിലേക്ക് ഒരിക്കലും അവർ വീണു പോകരുത്. അതിനായി ഇവൾ ജീവിതം തന്നെ നൽകുവാൻ ഉറച്ചു. സന്യാസിയായി വ്രതമേറ്റ നാൾ മുതൽ
സിസ്റ്റർ റീത്ത എല്ലാ വൈദികരെയും എല്ലാവരെയും അവളുടെ സഹോദരനായി സഹോദരിയായി കണ്ടു. എല്ലാവരും റീത്തയുടെ സഹോദരനോ സഹോദരിയായി മാറി. നിഷ്കളങ്ക ഹൃദയത്തോടെ പാറിപ്പറന്ന് നടന്ന, എല്ലാവർക്കും ജീവൻ പകർന്ന ഈ സഹോദരി യഥാർത്ഥ സമർപ്പണ ജീവിതം നയിക്കുകയായിരുന്നു. ഇന്നിതാ കഴിഞ്ഞ ദിവസം പിതാവ് ഓർത്തതുപോലെ സ്വർഗത്തിൽ നിത്യമായി തൻ്റെ ജീവിത അഭിലാഷം നിറവേറ്റുവാൻ, നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുവാൻ, കർത്താവിൻ്റെ മുമ്പിലിരിക്കുവാൻ, നിഷ്ഠയോടെ ആയിരിക്കുവാൻ നമ്മിൽ നിന്നും പോയിരിക്കുന്നു. പ്രിയ വൈദിക സഹോദരന്മാരെ, അഭിവന്യ പിതാവേ, ജോസിയച്ച വൈദികരെ, റീത്ത തൻ്റെ ജീവിതം വഴി നമ്മോട് പറയുകയായിരുന്നു, നിങ്ങൾക്ക് ജീവനുണ്ടാകാൻ, പാപമെന്ന മരണം നിങ്ങളെ കീഴ്പ്പെടുത്താതിരിക്കുവാൻ അനേകരുടെ പ്രാർത്ഥന നിങ്ങൾക്ക് കൂട്ടിനുണ്ട്. റീത്തായെപ്പോലെ സഹോദരിമാർ ക്രൈസ്തവ ലോകം മുഴുവനും നിങ്ങൾക്കായി നിരന്തരം നിലവിളിക്കുന്നു. നിങ്ങൾ നിവർന്നു നിൽക്കുവാൻ കാരണം അവരുടെ പ്രാർത്ഥനകളാണ്. പ്രിയ സന്യസ്ത സഹോദരങ്ങളെ, വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ സിസ്റ്റർ റീത്ത നിങ്ങളോട് പറയുകയല്ലേ, സ്നേഹിതന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ക്രിസ്തു സ്നേഹത്തെ പ്രതി, ക്രിസ്തുവിൻ്റെ ശിഷ്യർക്കായി ലോകത്തിന് മുഴുവനുമായി നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്ന സമർപ്പ ജീവിതം അർത്ഥപൂർണമാണ്. അനേകർക്കായി സ്വയം ജീവിതം ബലിയായി, യേശു പറയും പോലെ, എൻ്റെ ഏറ്റവും ചെറിയവർക്ക് നിങ്ങളിത് ചെയ്തപ്പോൾ എനിക്കു തന്നെയാണ് ചെയ്തത്. അനേകർക്കായി ഹോമിക്കുന്ന നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് തന്നെയുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ്. പ്രിയ ബന്ധുജനങ്ങളെ, സിസ്റ്റർ റീത്തായുടെ സുഹൃത്തുക്കളെ, നിങ്ങളോട് സിസ്റ്റർ റീത്ത പറയുന്നു, അന്യനുതകി ജീവിതം ധന്യമാം. സ്വന്തം ഇഷ്ടത്തിന് വേണ്ടിയല്ല, അവരിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് ഒരു സഹോദരി നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ മാതൃക പിന്തുടരുക. സ്വാർത്ഥത വെടിയാം, പരാർത്ഥരായി ജീവിക്കാം. സിസ്റ്റർ റീത്ത സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ മരിച്ചെന്ന് ഉയർപ്പിച്ച സർവശക്തനായ പിതാവായ ദൈവത്തോട് ജീവിച്ചിരിക്കുന്നവരുടെയും മരണമടഞ്ഞവരുടെയും രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. പത്രോസാകുന്ന പാറമേൽ സഭയെ പടുത്തുയർത്തിയ യേശുനാഥ, സഭാതലവൻ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ അഭിവന്യ പോൾ മില്ലശ്ശേരി പിതാവിനെയും അഭിവന്യ സ്റ്റാൻലി റോമൻ പിതാവിനെയും മറ്റെല്ലാ വൈദികരെയും സന്യാസിനികളെയും അങ്ങയുടെ കരതാരിൽ അർപ്പിക്കുന്നു. അവരുടെ കരങ്ങൾക്ക് ശക്തിയും പ്രവർത്തന മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവും വാക്കുകളിൽ നൈർമല്യവും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണത്തിൻ്റെ മതിലുകൾ തകർത്ത് മഹത്വത്തിലേക്ക് പ്രവേശിച്ച യേശുനാഥ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സിസ്റ്റർ റീറ്റ ഈ ലോക ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ അപരാധങ്ങൾക്കും മാപ്പേകി അങ്ങയുടെ തിരുമുഖ ദർശന ഭാഗ്യം നൽകി വിശുദ്ധരുടെ ഗണത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
കരുണാമയനായ യേശുനാഥ, ലോകം മുഴുവനെയും മരണഭീതിയിലാഴ്ത്തിയ കോവിഡ് വ്യാധി മൂലം ക്ലേശങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ സൗഖ്യദായകമായ കരസ്പർശനത്താൽ ഈ ഭൂമുഖത്തു നിന്നും ഈ മഹാമാരിയെ തുടച്ചു നീക്കി നന്മ നിറഞ്ഞതും സൗഖ്യം പകരുന്നതും അനുഗ്രഹപ്രദവുമായ ജീവിതം നയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്നരുൾ ചെയ്ത യേശുനാഥ, സിസ്റ്റർ റീറ്റയുടെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങളെ കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. യേശുവിൻ്റെ ഭൗതിക ശരീരത്തിലെ അംഗങ്ങളായ ഞങ്ങളിലൂടെ സാന്ത്വനം നൽകുന്ന ഈ സ്നേഹ സാന്നിധ്യം സിസ്റ്ററിൻ്റെ കുടുംബാംഗങ്ങൾക്ക് അനുഭവവേദ്യമാക്കി കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാനാണ് പുനരുദ്ധാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നരുൾ ചെയ്ത യേശുനാഥ, വിശ്വാസ ജീവിതത്തിൽ ഞങ്ങൾക്ക് മാതൃകയായി ജീവിച്ച എല്ലാവരുടെയും ആത്മാക്കൾക്കും, പ്രത്യേകിച്ച് ഞങ്ങളെ വിട്ടുപിരിഞ്ഞ സിസ്റ്റർ റീറ്റയുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ഗുരുഭൂതർ, സുഹൃത്തുക്കൾ, ഉപകാരികൾ, ഇടവക വൈദികർ, CCR സഭാംഗങ്ങൾ, ഇടവക അംഗങ്ങൾ എന്നിവരുടെ ആത്മാക്കൾക്കും നിത്യശാന്തി നൽകി സ്വർഗത്തിൽ സകല വിശുദ്ധരോടും പരിശുദ്ധ അമ്മയോടും മാലാഖവൃന്ദത്തോടുമൊപ്പം അങ്ങ് നിത്യം പാടി സ്തുതിക്കുവാനുള്ള ഭാഗ്യം അരുളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് വിളിച്ചപേക്ഷിക്കുന്നതിൻ്റെ പ്രാർത്ഥന അങ്ങ് വിശ്വാസികളുടെ ആത്മാക്കൾക്ക് ഉപകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവരെ എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുകയും അങ്ങ് പരിത്രാണത്തിൽ പങ്കാളികളായി തീരാനിടയാക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. Amen.
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവേ, ഞങ്ങളുടെ കാണിക്കകൾ പ്രീതിപൂർവ്വം തൃക്കൺ പാർക്കണമേ. അങ്ങേ പുത്രൻ്റെ മഹോന്നതമായ സ്നേഹകൂദാശയാലാണല്ലോ ഞങ്ങൾ ഐക്യപ്പെട്ടിരിക്കുന്നത്. അങ്ങേ ദാസി സിസ്റ്റർ റീത്ത അവിടുത്തോടുകൂടെ മഹത്വത്തിലേക്ക് സ്വീകരിക്കപ്പെടുമാറാകട്ടെ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അവിടുന്ന് വഴി പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി അങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് ലോകത്തിൻ്റെ രക്ഷയും മനുഷ്യരുടെ ജീവനും മരിച്ചവരുടെ ഉത്ഥാനവുമാകുന്നു. മാലാഖവൃന്ദങ്ങൾ അങ്ങേ തിരുസന്നിധിയിൽ നിത്യാനന്ദത്തിൽ ആറാടി അങ്ങേ ആരാധിക്കുന്നു. അവർ ഗാനത്തോട് ഞങ്ങളുടെ എളിയസ്വരവും ചേരുവാൻ കൽപ്പിച്ചനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളും ആഹ്ലാദപൂർവ്വം ആലപിക്കുന്നു. കർത്താവേ, സർവ്വവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങ് ആത്മാവാൽ മഞ്ഞകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം.
ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിലൊന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ പോൾ മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഈ ലോകത്തിൽ നിന്ന് അങ്ങേ പക്കലേക്ക് വിളിച്ച അങ്ങയുടെ ദാസി സിസ്റ്റർ റീത്തയെ ഓർക്കണമേ. അങ്ങേ പുത്രൻ്റെ മരണത്തിന് സദൃശ്യമായി അവിടുത്തോടൊന്നായി തീർന്ന ഇവരെ അവിടുത്തെ ഉത്ഥാനത്തിലും ഒന്നാക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദേവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകൾ ബോധിതരായും ദിവ്യോപദേശത്തിൽ രൂപവത്കൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർ നൽകണമേ. അനുഗ്രഹപൂർണ്ണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ.
നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവൻ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, നിൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ചൊല്ലിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ദാസി സിസ്റ്റർ റീത്തയ്ക്ക് വേണ്ടി പെസഹാരഹസ്യം ഞങ്ങൾ അനുഷ്ഠിച്ചുവല്ലോ. പ്രകാശത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മന്ദിരത്തിലേക്ക് സഹോദരി കടന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ദയവായിരിക്കുക. നന്ദിയുടേതായ ഒരു വാക്ക് പറയാൻ. പ്ലീസ് ബി സീറ്റഡ്. പ്രിയമുള്ള അഭിനന്ദ പിതാവേ, മച്ചാട വച്ച സിസ്റ്റേഴ്സ്, പ്രിയമുള്ള സഹോദരങ്ങളെ, റീതാമ്മ പ്രത്യേകമായി കരുതലോടെ കാത്തുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് അവളെ ഒരു സമ്മാനമായി ഞങ്ങളുടെ കുടുംബത്തിന് നൽകിയതിന്, പ്രത്യേകമായി അവൾക്ക് നൽകിയ ദൈവവിളിക്ക് 29 വർഷത്തെ സമർപ്പിത ജീവിതത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. വളരെ അടുത്ത ബന്ധമാണ് എനിക്ക് എൻ്റെ പെങ്ങളുമായിട്ടുള്ളത്. പലപ്പോഴും അവൾ കാണണമെന്ന് ആഗ്രഹിക്കും പോലും കാണാതൊക്കെ ഇരുന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും തമ്മിലുള്ള ആ ഒരു ബന്ധം വലുത് തന്നെയാണ്. ഈ ദുഃഖ അവസ്ഥയിൽ ഞങ്ങളെ ആശ്വസിപ്പിച്ച, അനുശോചനങ്ങൾ അറിയിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇന്ന് ഈ ദിവ്യബലിയിൽ സംബന്ധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ സാധിച്ച സ്റ്റാൻഡേർഡ് റോമൻ പിതാവിന്, അനുശോചനങ്ങൾ അറിയിച്ച KCBC പ്രസിഡൻറ്റ് കാർഡിനൽ ആലഞ്ചേരിക്കും, നമ്മുടെ ആർച്ച് ബിഷപ്പ് മാസ്റ്റർ റവറൻഡ് ഡോക്ടർ സുസേപ്പാക്കിൻ തിരുമേനി പിതാവിനും, ഓക്സിലറി ബിഷപ്പ് ക്രിസ്താസ് പിതാവിനും, ആർച്ച് ബിഷപ്പ് ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവിനും, സിൽവസ്റ്റർ പൊന്നുമത്തം പിതാവിനും, തോമസ് തറയിൽ പിതാവിനും, സെബാസ്റ്റ്യൻ തെക്കത്തിച്ചേരി പിതാവിനും, ജെയിംസ് ആനപ്പറമ്പിൽ പിതാവിനും, പ്രത്യേകമായിട്ട് നന്ദി പറയുന്നത് പോലെ വൈദികർക്ക്, പ്രത്യേകിച്ച് ഈ തിരുക്കർമ്മങ്ങൾ ഈ രീതിയിൽ അറേഞ്ച് ചെയ്യുവാൻ മദർ ജനറലോടും മദർ പ്രൊവിൻഷ്യലിനോടും CCR സിസ്റ്റേഴ്സിനോടും ചേർന്നുകൊണ്ട് ഈ വിധത്തിൽ ഈ തിരുക്കർമ്മങ്ങൾ അറേഞ്ച് ചെയ്യാനായിട്ട് പ്രത്യേകം താല്പര്യം കാണിച്ച ബിഷപ്സ് ഹൗസിലെ അച്ഛന്മാർക്കും, സഫറിനച്ഛനും PGക്കും, ഇന്ന് തിരുവചന പ്രഘോഷണം നടത്തിയ സുഗുണച്ഛനും, ചാൻസലർ അച്ഛനും, ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാൻ ഒത്തിരി സമയമെടുക്കുന്നു. അതുകൊണ്ട് വന്ന ഓരോ അച്ഛന്മാരെ എനിക്ക് പ്രത്യേകം അറിയാം. അവർ വന്ന അവരുടെ സ്നേഹം പ്രത്യേകിച്ച് ഫോൺ വിളിക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തു. കൊല്ലം രൂപതയിലെ എല്ലാ വൈദികർക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ തിരുവനന്തപുരം രൂപതയിലെ, അതിരൂപതയിലെ എല്ലാ വൈദികർക്കും, മറ്റ് രൂപതകളിലെ വൈദികർക്കും
വിജയപുരത്തു നിന്നും പുനലൂരിൽ നിന്നും ഒക്കെ വിളിച്ച വൈദികർക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. സന്യസ്ത വൈദികർക്ക് എല്ലാവർക്കും, പ്രൊവിൻഷ്യൽ അച്ഛന്മാർക്ക്, തിരേരിയിലെ അച്ഛന്മാർക്ക്, കമ്പിവിളയിലെ അച്ഛന്മാർക്ക്, OCD അച്ഛന്മാർക്കും, കപ്പച്ചൻ അച്ഛന്മാർക്കും, ഇന്ന് ഹോളി ഏഞ്ചൽസിൽ ദിവ്യബലി അർപ്പിക്കാൻ വന്ന വൈദികർക്കും പ്രത്യേകമായിട്ട് നന്ദി അർപ്പിക്കുന്നു. പ്രത്യേകമായി ഇന്നും മദർ ജനറലിൻ്റെ ഒരു പ്രത്യേകമായ, ഫ്രാൻസിസിൻ്റെ പ്രത്യേകമായ താല്പര്യവും ശ്രദ്ധയും റീത്തയോട് മാത്രമല്ല എന്നോടും ജോസിയോടും വീട്ടിലെ മറ്റ് എല്ലാ അംഗങ്ങളോടും ഉണ്ട്. വളരെ നന്നായി ഈ കാര്യങ്ങൾ ക്രമീകരിക്കുകയും അവളെക്കുറിച്ച് നല്ലൊരു സന്ദേശം നൽകുകയും ചെയ്ത് ഇന്ന് രാവിലെ മദറിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. മദർ എൽമയ്ക്കും അതുപോലെ CCRലെ എല്ലാ സഹോദരിമാർക്കും, ജനറൽ ടീമിലെ അംഗങ്ങൾക്കും, ഹോളി ഏഞ്ചൽസ് സിസ്റ്റേഴ്സിനും, ഇവിടെ ഇന്ന് 4 റെപ്രസെൻറ്റേറ്റീവ്സ് വന്നിട്ടുണ്ട്, അവർക്ക് പ്രത്യേകിച്ചും, ഹോളി ഏഞ്ചൽസ് സുപ്പീരിയറിനും മൗണ്ട് കാർമലിലെ സുപ്പീരിയറിനും അവിടുത്തെ സിസ്റ്റേഴ്സിനും, തുയ്യത്തെ സുപ്പീരിയറിനും അവിടുത്തെ സിസ്റ്റേഴ്സിനും, ഗാനങ്ങൾ ആലപിച്ച സിസ്റ്റേഴ്സിനും, സിസ്റ്റർ നോർമ ദേവാലയത്തിലെ പൂക്കൾ അറേഞ്ച് ചെയ്തു സിസ്റ്ററിനും, MSSTയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ടും FIHN റെപ്രസെൻറ്റേറ്റീവായിട്ടും ഇവിടെയുള്ള സിസ്റ്റേഴ്സിനും, സന്ദേശങ്ങളും അനുഷ്ഠിതനൊക്കെ വിളിച്ചു പറഞ്ഞ മദർ ജനറൽമാർക്കും മറ്റ് സഹോദരിമാർക്കും പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. അതുപോലെ ഫോണിലൂടെ അനുഷ്ഠിതം അറിയിച്ച എല്ലാ സാമൂഹിക രാഷ്ട്രീയ നേതാക്കൾക്കും പ്രവർത്തകർക്കും, ഇവിടെ വന്നിരുന്ന കൊല്ലം മേയർ പ്രസന്ന ഏണസ്റ്റിനും അതുപോലെ ശ്രീ ബാലഗോപാൽ സാറിനും MLAയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അവളെ ആദ്യം നോക്കിയത് ജൂബിലി ആശുപത്രിയിലാണ്. അവളുടെ ഹൃദയസംബന്ധമായ കാര്യങ്ങൾക്കും മറ്റും മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടെയൊക്കെയും അവളെ നിരന്തരം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന അവർക്ക് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. കോവിഡായിട്ട് കിടക്കുന്ന അവസരത്തിൽ പ്രത്യേകമായി അവളെ ശുശ്രൂഷിച്ച കിംസിലെ എല്ലാ ഡോക്ടർമാർക്കും, നഴ്സുമാർക്കും, സ്റ്റാഫുമാർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഈ സമയത്ത് എൻ്റെ സഹോദരി ഡൽഹിയമ്മയ്ക്ക് പോയി കാണാനും മറ്റും അവസരം നൽകിയ, അതിനവസരമൊരുക്കിയ പരുവെഴുത്ത് ബാബു സാറിനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ ചിതാഭസ്മം കുറച്ചുകൂടി നേരത്തെ കിട്ടാനും അതിനുള്ള ക്രമീകരണം നടത്താനുമായിട്ട് സഹായിച്ച ജോർജ് AV ഫെർണാണ്ടസ് സാറിന് പ്രത്യേകമായിട്ട് ഞാൻ ഓർക്കുന്നു, നന്ദി പറയുന്നു. പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരെയും പ്രത്യേകമായി സ്മരിക്കുന്നു. അതുപോലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും, പോലീസിലെ എല്ലാ സഹോദരന്മാർക്കും, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ സഹോദരങ്ങൾക്കും എല്ലാം പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. വളരെ ഭംഗിയായും ചിട്ടയായും കോവിഡ് മാനദണ്ഡങ്ങളനുസരിച്ചും ഈ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ സഹായിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഈ തിരുക്കർമ്മങ്ങൾ ഈ കത്തീഡ്രലിൽ വെച്ച് നടത്തുവാൻ സഹായിച്ച വികാരി അച്ഛൻ റവൻ ഫാദർ റൊമാൻസ് ആൻ്റണിക്കും, സഹവികാരി MC-യുമായിട്ട് നിന്ന ഫാദർ സേവ്യറിനും, സാക്രിസ്റ്റ്യൻസിനും, അജപാന സമിതി അംഗങ്ങൾക്കും ഇടഭാഗങ്ങൾക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു.
ഇതിന് ശേഷമുള്ള ചെറിയ റിഫ്രഷ്മെൻറ്റും അത്യാവശ്യം ആഹാരവും ഒരുക്കിയ ഇൻഫൻറ്റീസ് പ്രിൻസിപ്പൽ സിൽവി ആൻ്റണി അച്ഛനും അതിന് സഹായിക്കുന്ന മറ്റ് സ്റ്റാഫ് അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഫോട്ടോസ് സുവനീറുമൊക്കെ കാർഡും തയ്യാറാക്കിയ ഫാദർ ഷാനിക്കും നന്ദി പറയുന്നു. അതുപോലെ ഈ തിരുക്കർമ്മങ്ങളിൽ പ്രത്യേകം സഹായിച്ച, എന്നെ കൂടുതലായി ആശ്വസിപ്പിച്ച മഞ്ചാടോ അച്ഛൻ, ഫ്രാൻസ് അച്ഛൻ, സഫറിൻ അച്ഛൻ, സുഗുൺ അച്ഛൻ, ബിന്നി അച്ഛൻ, സ്റ്റാൻലി പിതാവ്, എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ ഈ തിരുക്കർമ്മങ്ങളെ ലൈവ് സ്ട്രീമിംഗ് ആയിട്ടയച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും, എല്ലാ കസിൻസിനും, ഓരോരുത്തരും വിളിച്ച് വിവരങ്ങൾ തിരക്കിയതും ആവശ്യ സമയങ്ങളിൽ പല കാര്യങ്ങൾക്കായി സഹായിച്ച എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. പ്രത്യേകമായും നമുക്ക് റിതാമ്മയുടെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കാം. അതിലുപരിയായി പ്രാർത്ഥനയിൽ നമുക്ക് ആശ്വാസം കണ്ടെത്താം. ദൈവം നമ്മെ ഓരോരുത്തരെയും തൻ്റെ കരുണയിൽ കാത്തു സൂക്ഷിക്കുകയും റീതാമ്മയുടെ പ്രാർത്ഥനകളും നമുക്ക് സഹായമാവട്ടെ. ശ്രദ്ധിക്കുക, തിരുക്കർമ്മങ്ങൾക്ക് ശേഷം സെമിത്തേരിയിൽ അടക്കത്തിന് പോകുമ്പോഴും കോവിഡ് പ്രോട്ടോക്കോൾ മാനിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അതിനുശേഷം വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ലഘുഭക്ഷണം ഒരു പൊതിയായിട്ട് ഇവിടെ പള്ളിയുടെ മുമ്പിൽ തന്നെ നൽകുന്നതാണ്. ദയവേത് എല്ലാവരും അതിൽ പങ്കുചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പ്രിയ സഹോദരരെ, ക്രിസ്തീയ മുറപ്രകാരം മൃതശരീരം സംസ്കരിക്കുന്ന നമുക്ക് സർവ്വജീവജാലങ്ങളുടെ നിദാനമായ ദൈവത്തോട് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. നാം ഇപ്പോൾ സംസ്കരിക്കുന്ന ഈ സഹോദരിയുടെ ഭൗതിക അവശിഷ്ടം സർവശക്തനായ ദൈവം അനശ്വര മഹിമയോടെ ഉയർപ്പിച്ച് വിശ്ര സമൂഹത്തിൽ ചേർത്തിരളട്ടെ. അവിടുന്ന് ഇയാൾ വിധിക്കുമ്പോൾ കരുണ കാണിച്ച് പാപങ്ങൾക്ക് പൊറുതിയും ശിക്ഷയിൽ നിന്ന് മോചനവും നൽകട്ടെ. നല്ലിടയനായ ക്രിസ്തുനാഥനെ ഇയാളെ പിതൃഭവനത്തിലേക്ക് നയിച്ച് സ്നേഹനിലെ പിതാവുമായി രഞ്ജിപ്പിക്കട്ടെ. അങ്ങനെ സ്വർഗരാജ്യത്ത് ക്രിസ്തുനാഥൻ്റെ സന്നിധിയിൽ എല്ലാ വിശുദ്ധരോടുമൊത്ത് നിത്യാനന്ദം അനുഭവിക്കാനുള്ള ഭാഗ്യം ഇയാൾക്ക് കൈവരികയും ചെയ്യുമാറാകട്ടെ.
ശാന്തി കൽപ്പിച്ചരുളണമേ. നിത്യവിളിച്ചവിയാളി ശോഭിതമാക്കണമേ, ശോഭിതമാക്കണമേ. കാരുണ്യവാനായ പിതാവേ, അങ്ങ് തൃക്കരങ്ങളിൽ ഈ സഹോദരിയുടെ ആത്മാവിനെ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ക്രിസ്തുവിൽ മരണമടഞ്ഞ എല്ലാവരെയും പോലെ ഇയാളും അവസാന ദിവസം ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞങ്ങൾ ദൃഢമായി പ്രത്യാശിക്കുന്നു. അങ്ങയുടെ പൈതൃകമായ സ്നേഹത്തിൻ്റെയും ക്രിസ്തുവിൽ ഞങ്ങൾക്ക് വിശുദ്ധരുമായുള്ള സംസർഗത്തിൻ്റെ അടയാളമായി ഈ ദാസിൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവേ, അങ്ങ് ദാസിക്ക് സ്വർഗ്ഗ കവാടം തുറന്നു കൊടുക്കണമേ. ഈ ലോകത്ത് ജീവിക്കുന്നവരായ ഞങ്ങൾ വിശ്വാസ വചസ്സുകളിൽ പരസ്പരം ആശ്വാസം കണ്ടെത്തുവാൻ കൃപയരുളണമേ. ഞങ്ങളും ഒരിക്കൽ സ്വർഗത്തിലെത്തിച്ചേർന്ന് വീണ്ടും ഈ സഹോദരിയെ കാണുവാനും ക്രിസ്തുവിൽ നിത്യാനന്ദം അനുഭവിക്കുവാനും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് 3 ദിവസം കല്ലറയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ വിശ്വാസികളുടെയും ശവകുടീരങ്ങൾ പവിത്രീകരിച്ചുവല്ലോ. അങ്ങനെ പരേതര ശരീരങ്ങളടക്കം ചെന്ന് കുഴിമാടങ്ങൾ ഉയർപ്പിൻ്റെ പ്രത്യാശ അവർക്ക് നൽകുന്നു. ഉയർപ്പും ജീവനുമായ അങ്ങ് ഈ ദാസ്യ മഹത്വത്തോടെ ഉയർപ്പിക്കുന്നവരെ ഇയാളുടെ ശരീരയുടെ വിശ്രമം കൊള്ളുമാറാകട്ടെ. അങ്ങയുടെ ദിവ്യ തേജസ്സിൽ പിതാവായ ദൈവത്തിൻ്റെ തിരുമുഖം ദർശിക്കുവാൻ ഇയാളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. നമ്മുടെ ഈ സഹോദരി റീത്തായ സർവശക്തനായ ദൈവം ഈ ജീവിതം തൻ്റെ പക്കലേക്ക് വിളിക്കുവാൻ തിരുമനസ്സായി മണ്ണെടുത്ത ശരീരത്തിൽ നാം ഇപ്പോൾ മണ്ണിൽ തന്നെ നിക്ഷേപിക്കുന്നു. മരിച്ചുവെന്ന ക്രിസ്തുനാഥൻ ആദ്യമായി തന്നെ ഉയർത്തിരുന്നേറ്റു. ഇളവരായ നമ്മുടെ ശരീരങ്ങളെ അവിടുന്ന് ഉയർപ്പിക്കുമെന്നും തൻ്റെ തീരുമായ ശരീരത്തെ അനുഭവപ്പെടുത്തുമെന്നും നാം വിശ്വസിക്കുന്നു. കർത്താവിൻ്റെ തിരുക്കരങ്ങൾ ഈ സഹോദരി നമുക്ക് ഏൽപ്പിക്കാം. ഇയാൾക്ക് അവിടെ നിത്യശാന്തി നൽകി അവസാന ദിവസം ഇയാളുടെ ശരീരത്തെ ഉയർപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവനും പുനരുത്ഥാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും നിത്യമരണം പ്രാപിക്കുകയില്ല എന്ന് അരുൾ ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് ഈ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലാസറിൻ്റെ ശവകുടീരത്തിൽ കണ്ണീർ പൊഴിച്ച കർത്താവെ, ദുഃഖാർത്ഥരായ ഞങ്ങളുടെ കണ്ണുനീർ തുടച്ചു നീക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരിച്ചുയർപ്പിച്ച കർത്താവെ, ഞങ്ങളുടെ ഈ സഹോദരിക്ക് നിത്യായുസ്സ് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പശ്ചാത്തപിച്ച കള്ളന് പരദീസ വാഗ്ദാനം ചെയ്ത കർത്താവെ, ഈ സഹോദരിയെ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് ജ്ഞാനസ്നാന ജലം കൊണ്ട് കഴുകുകയും വിശുദ്ധൈലം കൊണ്ട് അഭിഷേചിക്കുകയും ചെയ്ത ഈ സഹോദരിയെ വിശുദ്ധരുടെയും തിരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും നൽകി പരിപോഷിപ്പിച്ച ഇയാളെ സ്വർഗീയ വിരുന്നിൽ പങ്കാളിയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സഹോദരി വേർപാടിൽ ദുഃഖിതരായ ഞങ്ങൾക്ക് വിശ്വാസം ആശ്വാസം അരുളുകയും നിത്യജീവൻ പ്രത്യാശ ഉളവാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരയണമേ. അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങേ തിരുവുള്ളം നിറവേറ്റുന്നതിൽ സർവ്വതാ ജാഗ്രത കാണിച്ച ഈ ദാസി ചെയ്തുപോയ തെറ്റുകൾ ദയാപൂർവം ക്ഷമിക്കണമേ. സത്യവിശ്വാസം വഴി ക്രിസ്തീയ സമൂഹത്തിൽ ഉൾപ്പെടുവാൻ ഭാഗ്യം ലഭിച്ച ഇയാളെ കാരുണ്യവായ അങ്ങ് മാലാഖമാരുടെ സമൂഹത്തിൽ ചേർത്തുള്ളണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ.